പറ. ഹലോ. നമ്മളിപ്പോ ഹലോ ഗൈസ്, നമ്മൾ ഇപ്പോൾ എവിടെ പോകുന്നു? നമ്മൾ ബീച്ചിൽ പോവാം. അഴീക്ക ബീച്ചിൽ നമ്മളെല്ലാവരും കണ്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി അവിടെ നിന്ന് ഒരുങ്ങുന്നുണ്ട്. വല്യമ്മയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് ഒരുങ്ങി. അമ്മ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. അതുകൊണ്ട് ടോമിയെ ഇട്ടിട്ട് വരുന്നുണ്ട് ഗൈസ്. കണ്ടോ? പരീക്ഷ വരുന്നില്ലേ? ടീച്ചർ വരുന്നില്ലേ? വല്യച്ഛൻ ഇങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ വെട്ടമില്ലെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ബാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അഴീക്ക ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. ഇത് കൂട്ടുകാരിലെ പാലാണ്. ഇത് അഴീക്ക ബീച്ചിന് മുമ്പുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പാലാണ്. നമുക്ക് ചില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഒരു മനസ്സൊക്കെ ഒന്ന് ശാന്തമാകാനും വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഈ കൂട്ടുകാരിൽ പാലവും. ഇത് ലൈറ്റ് ഹൗസാണ് കേട്ടോ. നമ്മൾ ലൈറ്റ് ഹൗസിലൊന്നും കയറിയില്ല, കാരണം ഒന്നാമത് നമ്മൾ ലേറ്റ് ആയിരുന്നു. പിന്നെ സൂര്യാസ്തമയം കാണണം എന്നുള്ളൊരു താല്പര്യം കൊണ്ട് തന്നെ നമ്മൾ നേരെ അഴീക്ക ബീച്ചിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. സൂര്യൻ പകുതി അസ്തമിക്കാറായി നിൽക്കുകയാണ്. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും സൂര്യനെ ഇത്ര വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലേ, പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉള്ളി ബജിയും അതുപോലെ തന്നെ ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു കൽപ്പാതയുണ്ട്, അതിലെ കൂടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൂര്യൻ പകുതി അസ്തമയം പകുതി കഴിഞ്ഞു സൂര്യൻ്റെ. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ അവിടെ ഒക്കെ നിൽപ്പുണ്ട്. നമ്മളിപ്പം നേരെ നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും സമയം ഒത്തിരി ആവും കേട്ടോ. ഈ നടന്നങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഒത്തിരി ഒരു പട്ടം പറത്തി, അതുപോലെ തന്നെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. നല്ല ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ അഴീക്ക ബീച്ച്. ഇത് അഴീക്ക ബീച്ചാണ് കേട്ടോ. അപ്പോൾ എന്നോട് അമ്മ ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ഇഷ്ടമായോ? എന്തോ കഴിച്ചേ? ചേച്ചി വന്നിട്ട് എന്തോ കഴിച്ചു? വടയും ഏത് ചോക്ലേറ്റോ? അങ്ങനെ നടന്ന് പൊന്നിനൊരു വഴിയായി. അപ്പോൾ പിന്നെ അവന് നടക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ അച്ഛൻ അവനെ എടുത്തുകൊണ്ട് വരികയാണ്. നമ്മളും കുഴഞ്ഞു കേട്ടോ. ഒത്തിരി നടന്നു കഴിയുമ്പോൾ നമ്മളും കുഴയും. അങ്ങോട്ടും ഇങ്ങ് വരെ നടക്കണം. എന്തോരം നമ്മൾ നടന്നതെന്നറിയുമോ? ഇത് ഞങ്ങളിങ്ങനെ നിന്ന് കറങ്ങി നിന്ന് വീഡിയോ എടുക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ട നല്ല സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. കണ്ടോ, ഇനിയും നമ്മൾ കുറേ നടക്കണം അങ്ങ് എത്തണമെങ്കിൽ. കുറേ നടന്നാലേ അങ്ങ് എത്തത്തുള്ളൂ. ഇതാണ് അറ്റം, ഇതിൻ്റെ അറ്റം ഇതാണ്. നമ്മളിത് കയറി മണ്ടയ്ക്ക് ചെന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കടൽ കാണാം. ഇത് കടലിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ ഈ പാത. ഞങ്ങൾ തിരിച്ച് നടന്നപ്പോൾ ഇരുട്ടി, നിങ്ങൾക്ക് കാണാനുണ്ടോ ഇരുട്ടി. നമ്മൾ വന്നപ്പോൾ വൈകുന്നേരമായിരുന്നു, നമ്മൾ ഇതിൽ കയറിയപ്പോഴത്തേക്കും വൈകുന്നേരമായിരുന്നു. ഇപ്പോൾ തിരിച്ച് നടക്കുമ്പം സന്ധ്യ ആയിട്ടുണ്ട്. സന്ധ്യ ആയി നല്ലപോലെ. നമ്മൾ ആ പാലം മൊത്തം നടന്ന് ഇപ്പുറം എത്തിയപ്പോൾ തന്നെ രാത്രിയായി. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ എന്തായാലും ബീച്ച് വരെ വന്നതല്ലേ, അപ്പോൾ കടലിലിറങ്ങിയില്ലെങ്കിൽ അത് മോശമല്ലേ. നമ്മൾ കടലൊക്കെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അതിനുശേഷം തിരിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പായി. പിന്നെയും എല്ലാ ബജ്ജിയും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അമ്മ ചേച്ചി എന്നെ അവിടെ ഒരു സ്ഥലം കാണിച്ചു തരാണ് കേട്ടോ. ഒരു എന്തോ റെസ്റ്റോറൻറ്റോ എന്തോ ഹോട്ടലോ എന്തോ കാണിച്ചു തരാണ്. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ മണ്ടയ്ക്ക് ആ ഒരു വൈബിനിട്ട് പറ്റുന്നൊരു സ്ഥലം. ഇത് അഴീക്ക പാലമാണ്. നമ്മളിപ്പോൾ അതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നടന്ന് ക്ഷീണിച്ച് വണ്ടിയിലൊക്കെ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്താണ്. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ പിന്നെ വരാം. അതുവരെ വെയിറ്റ് ചെയ്യണേ.